ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാമേശ്വരത്ത് ലോക്ക്ഡൗൺ ആയിക്കാണ് കേട്ടോ. രാമേശ്വരത്ത് കടത്തി വിടുന്നില്ല. കൊടുത്തുകൊണ്ട് നമ്മൾ രാംനാഥിന് വേണ്ടി തൈര് സാധമൊക്കെ കൊടുത്ത് വിശപ്പൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ മിക്കവാറും പെർമിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം കടൽ കുറച്ച് റഫാണ്, അതുകൊണ്ടാണ് കേട്ടോ പെർമിഷൻ കിട്ടാത്ത. അങ്ങനെ നമ്മൾ പെർമിഷനൊക്കെ മേടിച്ച് ധനുഷ്കോടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നോർത്ത് സൈഡാണ് കേട്ടോ. അപ്പം സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് നല്ല കാറ്റാണിന്ന്. അത് കാരണമാണ് ഇന്ത്യൻ ഓഷൻ ഭയങ്കര റഫാണ്. അതുകൊണ്ടാണ് ധനുഷ്കോടിലേക്ക് കടത്തി വിടാത്തത്. ഇപ്പം നമ്മൾ കണ്ടില്ലായിരുന്നു, അത് നോർത്തിലേക്ക് കടൽ ശരിക്കും ഉൾവാങ്ങിയിരിക്കുകയാണ്. കടൽ ഒരു 2-2.5 കിലോമീറ്ററോളം നമുക്ക് കാണാൻ പറ്റുന്നേ ഇല്ല. കണ്ടോ, മണൽ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ സൗത്തിലേക്കാണെന്നുണ്ടെങ്കിൽ കടൽ ഭയങ്കര റഫാണ്. നല്ല അലയാണ്, നല്ല സ്പീഡിൽ കാറ്റ് വീശുന്നുണ്ട്, നല്ല അല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്തവണ എല്ലാവരും റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. നമുക്കെന്തായാലും പോയി കാണാം. ഓക്കെ. പാട്ട് ഭയങ്കര പാട്ടൊക്കെയാണ് ഇവിടെ. നമ്മള് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. പെർമിഷൻ വാങ്ങിച്ചിട്ട് വരേണ്ടി വന്നു. ഈ സമയത്ത് ആരെയും കടത്തിയൊന്നും എടുത്തില്ല. 10 മിനിറ്റാണ് അലൗഡ് ടൈം. നമുക്കിവിടെ കണ്ടിട്ട് പോകാനായിട്ട് കേട്ടോ. പെട്ടെന്ന് കണ്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ യാത്ര വന്നു. ഭയങ്കര കാറ്റാണ്. മുടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല ഒക്കെ തോന്നുന്നുണ്ടാവും. ഒന്ന് വൃത്തിയായിട്ട് വെച്ചൂടെ എന്നൊക്കെ. ഫുൾ കാറ്റാണ്. ഒരാളിവിടെ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ നിന്നു. ക്യാമറ വന്നപ്പോ പാട്ടൊക്കെ നിന്നു. കുഞ്ഞു ബാക്കില് ഇതുവരെ കാണാത്തൊരു സീനാണ് കാണിക്കാൻ പോകുന്നത്. ധനുഷ്കോടി ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ ധനുഷ്കോടിയിൽ. വേറെ ഒരു വണ്ടിയും പാർക്ക് ചെയ്യും. നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലമേ കിട്ടാറില്ല. പക്ഷെ ഇത് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇത്രയും വിജനമായിട്ട് ധനുഷ്കോടി ആദ്യമായിട്ട് കാണുന്നത്. ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചാൻസ് കിട്ടത്തില്ല. സൈഡും കടലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുവാണ്. ചുറ്റിയും കടൽ അല്ലേ, ചുറ്റി കടലാണേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത അവസാനിക്കുന്നതാണ് കേട്ടോ. ഈ ധനുഷ്കോടിയുടെ ഇവിടെ വന്നിട്ടാണ് ആ റോഡ് അവസാനിക്കുക. ഈ 2 കടലുകൾ ജോയിൻ ചെയ്യണ സ്ഥലം. 2 കടലുകളാണ്, ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനുമാണ് 2 സൈഡിലും കൂടെ വന്ന് ജോയിൻ ചെയ്യണത്. പിന്നെ ഇവിടെ ഒരു അശോക സ്തംഭത്തിൻ്റെ മാതൃകയിലുള്ളൊരു പില്ലറുണ്ട്, അശോക് പില്ലറിനെ പോലെ. ആ ഒരു പില്ലറും കൂടെ കൂടിയിട്ടാണ് ഈ ധനുഷ്കോടി എൻഡ്. ധനുഷ്കോടിയിൽ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ താഴത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് സ്പേസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഫുള്ള് കടൽ കയറി കേട്ടോ. അവിടെയൊക്കെ കടൽ കയറി. ഇതാണ് അശോക പില്ലറിൻ്റെ ഷേപ്പിലുള്ള പില്ലർ. ഇവിടെയൊക്കെ വരുമ്പോൾ എപ്പോഴും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാരുടെ വൻ തിരക്കുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങ് മാറിയിട്ട് കടലിലേക്കൊന്ന് ഇറങ്ങാനായിട്ട്, കടലിൻ്റെ അകത്തേക്ക് ഇറങ്ങാനല്ല, ആ പരിസരത്തൊക്കെ നിന്ന് എന്തെങ്കിലും കാണാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ്. പക്ഷെ ഇറങ്ങാനായിട്ട് ആ മണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും കാലിങ്ങനെ കുഴിഞ്ഞ് മണ്ണിലേക്ക് പോകണമെങ്കിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ റോഡൊക്കെ നല്ല വിജനമായിട്ട് കിടക്കുവാണ്. 2 കടലുകൾ മാത്രമേ കാണാനുള്ളൂ, ആരുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ച് മാറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തോ ഈ തവണ കാറ്റൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്തു. ടവറിൻ്റെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു. ടവർ വരുന്നത് എന്തോ കാറ്റത്ത് പോയി. അപ്പോൾ വേറൊരു ടവറൊക്കെ പണിയുന്നുണ്ടായിരുന്നു. പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നല്ല മീൻ, ഞണ്ട് ഒക്കെ നല്ല ഫ്രഷായിട്ട് കടലിൽ നിന്ന് പിടിച്ചിട്ട് സൈഡിലൊക്കെ കടകളിൽ നമുക്ക് കഴിക്കാൻ പറ്റും.
നല്ല ടേസ്റ്റാണ് കേട്ടോ. അവർ നല്ല ഫ്രഷായിട്ട് പിടിച്ചു കൊണ്ടുവന്നതാണല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ കച്ചവടക്കാരൊന്നും ഇല്ല. അവർക്കൊക്കെ ഈ ഒരു സമയത്ത് വേറെ ഒരു മാർഗ്ഗങ്ങളും ഇല്ല കേട്ടോ. നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിറയെ ഞണ്ടുകളുണ്ടായിരുന്നേ. ചെറിയ ചെറിയ ഞണ്ടുകൾ ഇങ്ങനെ കയറിയിട്ട് കടലിൽ നിന്ന് ഇങ്ങനെ കയറി വരും. അന്നേരത്തേനും തിരമാല വന്ന് അതുങ്ങളങ്ങ് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ഒരു മഞ്ഞ കളറിൽ ആ ലൈറ്റിൻ്റെയും പിന്നെ ആ കടലിൻ്റെ മണലിൻ്റെ കളറോ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മഞ്ഞ കളറാണ് തോന്നിയത്. നല്ല രസമുണ്ട് കടലിങ്ങനെ കാണാനല്ലേ. കടലൊക്കെ കാണുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളാവുമല്ലേ. കടലിലും കോലും മിഠായിയും ഇഞ്ചി മിഠായിയും ആഹാഹാ, അതൊക്കെ നല്ല മധുരമുള്ള ഓർമ്മകളാണ് ചെറുപ്പകാലത്തിൽ. ഈ കടലിനകത്ത് പോയി കളിച്ചതും അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ല. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ചും കൂടെ കെയർഫുള്ളായി. നമ്മൾ കടലിലിറങ്ങലും ഒക്കെ കുറേ കൂടെ കെയർഫുള്ളായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും പണ്ടൊക്കെ ഞാനൊക്കെ ഇറങ്ങി പോകുമ്പോൾ അമ്മയൊക്കെ വിളിക്കണത് ഇപ്പോഴാണ് മനസ്സിലാവണത്. ഇപ്പോൾ നമ്മുടെ പിള്ളേർ ഇറങ്ങുമ്പോൾ എല്ലാത്തൊരു പേടിയാണ്. എന്താണെങ്കിലും ഇതാ ആ ഞണ്ടുകൾ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കടലിൽ നിന്ന് കയറി വന്ന് ഇവിടെ കുഴി തോണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഓരോ ഞണ്ടുകളും. പക്ഷേ അന്നേരത്തേനും തിരമാല വന്ന് അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവും. പിന്നെ അതിങ്ങനെ കയറി വരാൻ നോക്കും. മുറുക്ക ഇങ്ങനെ പിടിച്ചു ഇരിക്കും, മണ്ണിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അന്നേരത്തേനും പിന്നെയും വന്ന് പിടിച്ചുകൊണ്ട് പോവും. അതിങ്ങനെ പിടിച്ച് ഇരിക്കുന്ന കൂടുതലും നല്ല ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്നവർ ഇതാ അങ്ങനെ തന്നെ ഇരിക്കും. അല്ലാത്തതിനെയൊക്കെ വലിച്ചുകൊണ്ട് പോവും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ പോലെയാണ്. നമ്മളോരോ പ്രതിസന്ധികൾ വരുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിടിച്ചിരുന്നോളണം അല്ലേ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ പലർക്കും പല ന്യൂസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി സങ്കടം വരുവേ. ഇത്രയൊക്കെ നമ്മളെന്താ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കണം എന്നൊരു തോന്നലൊക്കെ ആയി ഇപ്പോഴത്തെ ആൾക്കാർക്ക്. ഈയിടെ വളരെ വിഷമം ഉണ്ടാക്കിയതായിരുന്നു സുശാന്ത് സിംഗിൻ്റെയൊക്കെ ഒരു മരണമൊക്കെ. ഭയങ്കര വിഷമം തോന്നി. അത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയ ഒരാൾ ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. നമ്മളിതൊക്കെ കണ്ടു പഠിക്കണം അല്ലേ. എന്തൊക്കെ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നേരിടാത്തവരാരും ഉണ്ടാവില്ല. അതൊക്കെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചിരിക്കും. ചെറിയ അമ്മമാരെ അടിച്ചു എന്ന് പറഞ്ഞ പിള്ളേരൊക്കെ ഓരോന്നൊക്കെ ചെയ്യുക. ആരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടെ. എപ്പോഴും ലൈഫിനെ നല്ല രീതിയിൽ നേരിടാൻ അവർക്ക് പറ്റട്ടെ അല്ലേ. ഞണ്ടിനെ കണ്ട് വന്ന് ഇപ്പം അങ്ങോട്ടൊക്കെ ആയി പോക്ക്. അല്ല, ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. എപ്പോഴും നല്ല ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ അല്ലേ എല്ലാവർക്കും. മനഃശാന്തി ഉണ്ടാവട്ടെ. കടലിങ്ങനെ കണ്ടു നിന്നാൽ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. കടലിലെ കാഴ്ചകൾ ഇങ്ങനെ അനന്തമായിട്ട് നീളും. ഈ കടലിന് ഒരുപാട് കഥകൾ പറയാനുള്ള കടലാണിത്. എത്ര ആൾക്കാരുടെ ജീവനും സ്വത്തും സമ്പാദ്യവും പ്രതീക്ഷകളും എല്ലാം എടുത്തുകൊണ്ട് പോയ ഒരു കടലല്ലേ. അഗാധമായ എന്താ പറയുക, നിഗൂഢമാണ്. ഇതിൻ്റെയൊക്കെ ആഴങ്ങളിലൊക്കെ എല്ലാം ഇങ്ങനെ അലയടിച്ചിരിപ്പുണ്ടാവും. നമ്മളിതൊക്കെ നോക്കി നിന്നപ്പോഴേക്കും പിള്ളേർ ഇതാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് തപ്പിപ്പിടിച്ച് അവർ കടലിൽ പോയ എപ്പോഴും ഇതാണ് ശംഖ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെറൈറ്റി പോയി എടുത്തുകൊണ്ട് വരും. അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴുകി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. യാത്രകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നമുക്കൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണല്ലേ. അപ്പം അടുത്ത യാത്രയായിട്ട് പിന്നെയും വരാം കേട്ടോ. അതുവരേക്കും ബായ്. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കേ.